വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങളോടൊപ്പം ഈ രീതിയിൽ ആയിരിക്കാൻ, ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാല നന്ദി അറിയിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കുക. അവിടെയുള്ള ദൈവസഭയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വിഷയം കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. എന്നാണ് ഇന്നലെ കേട്ടതാണ്. ബാലു സഹോദരൻ, നമുക്ക് ബാലസുബ്രഹ്മണ്യൻ പട്ടം സഭയിലുള്ള ആ സഹോദരൻ്റെ മാതാവ് ക്യാൻസർ ബാധിതയായിരുന്നു. എന്നാൽ സർജറി കഴിഞ്ഞ് ഓക്കെ ആയി വരുകയായിരുന്നു. ഇപ്പോൾ പിന്നെയും റിസൾട്ട് പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് റിവ്യൂവിൽ അറിഞ്ഞത്. ഇനി ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം സ്പ്രെഡ് ആണോ എന്താണെന്നുള്ളതൊക്കെ അറിയുവാനായിട്ട് പ്രത്യേകാല് ആ മാതാവിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന മാതാവാണ്. ഈ തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് അറിയിക്കുക. നമുക്ക് ദൈവസന്നിധിയിൽ തലകാണാൻ വണക്കാം. അതിനുശേഷം ദൈവവചനത്തിലേക്ക് കിടക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ വർഷങ്ങളിൽ, മാസങ്ങളിൽ ഞങ്ങളെ അത്ഭുതകരമായി സഭയായിട്ട് നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വഴികൾ ഞങ്ങളുടെ വഴികളല്ല. നിന്റെ വഴി എപ്പോഴും തികവുള്ളതായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആഗ്രഹത്തിനോ പ്രതീക്ഷയ്ക്കോ അല്ല, ദൈവനാമ മഹത്വത്തിനായിട്ട് അങ്ങെല്ലാം ആക്കി തീർക്കുന്ന ദൈവമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിൽ ഞങ്ങളായിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയല്ലാതെ ഒന്നും പറയുവാനായിട്ടില്ല. സമാധാനത്തോടെ ആയിരിക്കാൻ സഭയായിട്ട് ഞങ്ങളെ ആക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നിന്റെ മഹത്വത്തിനായിട്ട് ഈ സഭയെ വച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങളെ കുഞ്ഞുങ്ങൾ കടന്നുപോയ സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. അതവരുടെ വരുന്ന ജീവിതങ്ങളിൽ വലിയൊരു വെളിച്ചം വീശുവാൻ ഈ യാത്രകൾ അവർ സംബന്ധിക്കുന്ന സ്ഥലങ്ങളൊക്കെയുമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. രാജേന്ദ്രൻ മകളുടെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണമേ, കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. മറ്റു രോഗികളായിരിക്കുന്ന, പനി ബാധിച്ച് ഭവനത്തിലായിരിക്കുന്ന ആ സഹോദരനെയും മകനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബാലു സഹോദരനെ മാതാവിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിന്മയ്ക്കായിട്ടൊന്നും ഭവിക്കാത്ത ദൈവം, തരാത്ത ദൈവം, നന്മ തരുന്ന ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. സഹായിക്കണമേ. അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ വചനവുമായിട്ട് നിൽക്കുന്നു. കർത്താവെ സഹായിക്കണമേ. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത ദൈവം, പുകയുന്ന തിരികളെ കെടുത്തിക്കളയാത്ത ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. അങ്ങ് തന്നെ സഹായിക്കണം. അങ്ങയുടെ കരങ്ങളിലെ തകർന്ന പാത്രത്തെ ഉടച്ചു കളയുന്നവനല്ലല്ലോ, മെടയുന്നവനായിട്ട്, നല്ല പോട്ടറായിട്ട് ഞങ്ങളുടെ കൂടെയൊക്കെ ഉള്ളതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനം ഏറ്റവും കൃത്യമായും ലളിതമായും ദൈവാത്മാവിൻ്റെ ശക്തിയാൽ പറയുവാൻ അടിയനെ അവിടുന്ന് സഹായിക്കണം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകണം. പേരുകളോ പ്രസക്തികളോ അതൊന്നും ഇവിടെ വിഷയമേ അല്ല. കർത്താവ് തന്നെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഏത് വിഷയം നിങ്ങളുടെ മുമ്പാകെ എടുക്കണമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു, രാത്രി വരെയും അതിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും അതിൻ്റെ ഏകദേശ ധാരണ ആയോ എന്ന് എനിക്കറിയത്തില്ല. ദൈവാത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരു ചോദ്യത്തോടു കൂടി ഞാൻ ഇന്നത്തെ സന്ദേശം തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഹൗ ഡു യു മെഷർ ഗോഡ്സ് ലവ് ടുവേർഡ്സ് യുവർ ഫാമിലി? നമ്മുടെ കുടുംബത്തിൽ ഉള്ള ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ ഏത് യാഡ് സ്റ്റിക്ക് അല്ലെങ്കിൽ അളവുകോൽ വെച്ചിട്ടാണ് അളക്കുവാനായിട്ട് ശ്രമിക്കുന്നത്? പലപ്പോഴും സഹോദരൻ എങ്ങനെയുണ്ട്, വിശേഷം എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പലരും പറയും, അങ്ങനെയൊക്കെ പോകുന്നു, തട്ടിമുട്ടിയൊക്കെ പോകുന്നു എന്നൊക്കെ പറയും. ചിലർ പറയും വളരെ ബുദ്ധിമുട്ടിലൂടെയാണ്, പ്രയാസത്തിലൂടെയാണ്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും. ചിലർ പറയും ആ കുടുംബത്തിൽ മറ്റു കുടുംബങ്ങളെ പറഞ്ഞിട്ട് പറയും അവിടെയൊക്കെ ദൈവം നന്നായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്, അവിടെ അവർക്ക് ഇത് കൊടുത്തു, അത് കൊടുത്തു, ഇന്ന കാര്യം നടന്നു എന്നൊക്കെ പറഞ്ഞ്
അവരുടെ കുടുംബത്തെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് ഒന്നും ലഭിക്കുന്നില്ല, ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന രീതിയിൽ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സ്നേഹിക്കുന്നതിന്റെ അടയാളം അല്ലെങ്കിൽ അതിനുള്ള തെളിവ്, യാഡ്സ്റ്റിക് എന്ന് പറയുന്നത് അത് സാഹചര്യങ്ങളോ മാനുഷികമായ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാവും. ഇന്ന് ഞാൻ പലതവണ വായിച്ചിട്ടുള്ളതും നിങ്ങൾ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതുമായ ഭാഗത്തിലേക്ക് തിരിയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്നത്തെ ചിന്ത ദൈവം നൽകിയിരിക്കുന്നത്. 11-ാം അധ്യായം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ എന്താണ് അവിടുത്തെ സംഭവം, പശ്ചാത്തലം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലാസറിനെ ഉയർപ്പിച്ച സംഭവമാണ് അവിടെ ആദ്യ വാക്യങ്ങളിൽ ഏകദേശം മുഴുവനായിട്ടും കാണുവാനായിട്ട് കഴിയും. ലാസറെ ഉയർപ്പിച്ചു. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ഒരു അധ്യായം വായിക്കുമ്പോൾ ആ വായിച്ചു തുടങ്ങുന്ന ആദ്യത്തെ വാക്യത്തിൽ നിന്ന് തന്നെ നമ്മൾ അവസാനത്തെ പിക്ചറും അല്ലെങ്കിൽ സംഭവവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മളിത് വായിച്ചു പോകുന്നത്. കർത്താവ് 2 ദിവസം അവിടെ താമസിക്കും, ഇവരിങ്ങനെ ഒന്ന് സംസാരിക്കും, കർത്താവ് പറയും അത് മരണത്തിനായിട്ടല്ല. ഇതൊക്കെ നമുക്ക് മനപ്പാടാണ്. എന്നിട്ട് അവസാനം വരെയുള്ള കാര്യവും നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. ഞാൻ ഇന്ന് ദൈവാത്മാവിൽ നിങ്ങൾ ആശ്രയിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ആ ഉയർപ്പിച്ച സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല, മറിച്ച് അതിനു മുമ്പ് നടന്ന അനേക സംഭാഷണങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ സംഭാഷണങ്ങളിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്ന ചില സത്യങ്ങൾ, എന്നോട് ദൈവം സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായിട്ട് അതിന്റെ 11-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 3 to 5 ആദ്യം ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഇങ്ങനെയാണ് ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 3 to 5. അവിടെ ഇങ്ങനെ കാണുന്നു: ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ച്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. വളരെ പരിചിതമുള്ള ഭാഗമാണ് ആ സംഭവം. ഈ വാക്യം പലപ്പോഴും നമ്മൾ വായിച്ചു വിടുന്ന ഭാഗമാണ്. എന്നാൽ എന്നെ ശ്രദ്ധിപ്പിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവിടെ ആ 5-ാം വാക്യത്തിൽ ദൈവാത്മാവ് പ്രത്യേകം ആ കുടുംബത്തിലെ എല്ലാവരെയും സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ്, യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്ന് പറയുന്നു. മറ്റ് ഏതെങ്കിലും ഭാഗത്തിൽ ഇങ്ങനെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേര് പറഞ്ഞിട്ട് സ്നേഹിച്ചു എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ഭാഗമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാൽ ഇവിടെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ലാസറിന് എഴുന്നേൽക്കുവാൻ കഴിയാത്ത കിടക്കയിലായിരിക്കുന്ന, ദീനമായി കിടക്കുന്ന, എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കുവാനായിട്ടുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്ന, അല്ലെങ്കിൽ ആ കുടുംബം വളരെ പ്രയാസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ആ വിഷയം കർത്താവിനോട് ആളയച്ചു പറഞ്ഞപ്പോൾ കർത്താവ് അവരോടൊരു മറുപടി പറയുന്നുണ്ട്, ഇത് ഈ ദീനം മരണത്തിനായിട്ടല്ല. എന്നിട്ട് ദൈവാത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുക, ആരോടും പറഞ്ഞ കാര്യമല്ല, യേശു ഈ 3 പേരെയും പേര് പറഞ്ഞിട്ട് പറയാ, അവരെ സ്നേഹിച്ചു. ഞാൻ ഇങ്ങനെ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ് ആരാ? ഈ മാർത്ത, മറിയ, ലാസർ എന്ന് പറയുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ വീട്ടിൽ, ഭവനത്തിൽ ഒരു ബൈബിൾ ക്ലാസ് പോലും അറേഞ്ച് ചെയ്ത് അവിടെ വരുന്നവർക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനും ശിഷ്യന്മാർക്കും ആഹാരം ഉണ്ടാക്കി കൊടുത്ത് അത്രത്തോളം നല്ല ബന്ധമുള്ള
ഒരു കുടുംബമാണ് ഈ മാർത്തയുടെയും മറിയയുടെ കുടുംബം. അവരുടെ ഒരു ആവശ്യം വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു സന്നിഗ്ധ ഘട്ടം വന്നപ്പോൾ, ഒരു വിഷമം വന്നപ്പോൾ, ഇന്നത്തെ കാലത്ത് പറയുന്നത് പോലെ നമുക്ക് ഫോൺ വിളിച്ച് ഒന്നും അറിയിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അവർ ആളയച്ച്, യേശുക്രിസ്തു എവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല, എന്നാൽ 10-ാം അധ്യായം 40-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യോർദാനും അപ്പുറത്താണ് കർത്താവായ യേശുക്രിസ്തു ആ സമയത്തായിരിക്കുന്നത്. ഏകദേശം ആ ഒരു പരിസരങ്ങളിൽ തന്നെ ആയിരുന്നിരിക്കണം. അവർക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ അറിയിക്കേണ്ടതിന് അവരൊരു എഫേർട്ട് അവിടെ ഇടുന്നുണ്ട്, അവരൊരു അധ്വാനം അവിടെ മുടക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനോട് പോയി ഈ വിഷയം നീ ഒന്ന് പറയണമെന്ന് പറഞ്ഞ് എത്ര പേരെയാണ് അവിടെ പറഞ്ഞു വിട്ടേന്ന് അറിയില്ല. എന്തായാലും ഒരാളെ അവിടെ പറഞ്ഞു വിട്ടിരിക്കുക, ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവിടെ പറഞ്ഞു വിട്ടിരിക്കാം. അതിനുശേഷം ഈ വാർത്ത കേട്ട് അതിനുള്ള മറുപടിയും കർത്താവ് കൊടുക്കുന്നുണ്ട്. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞിട്ട് പറയുക, യേശുക്രിസ്തു അവരെ സ്നേഹിച്ചു. ഞാൻ വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ ബ്രദറൻ സഭ കൂടിവരവിൽ അല്ലെങ്കിൽ സഭയിൽ നമ്മുടെ ആവശ്യങ്ങൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ അറിയിക്കുന്നവരാ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ തിരക്കു പിടിച്ചുള്ള നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോടെ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ അറിയിക്കാനായിട്ട് നാം മെനക്കെടുന്നുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയുണ്ടായി. ഒരാവശ്യമായിട്ട് വിളിച്ചതാ. അനേക വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്താ. അപ്പൊ ആ സുഹൃത്തിനോട് അന്ന് അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വളരെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ബന്ധങ്ങൾ, ആത്മബന്ധം പുലർത്താൻ ഭയങ്കര താല്പര്യമുള്ളവരായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണും. അവരെ വിവാഹമൊക്കെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് അവര് പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നിങ്ങനെ അനേക വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അവർ പറയുകയാണ്, ഒരാള് രാവിലത്തെ ഷിഫ്റ്റ്, മറ്റൊരാള് വൈകുന്നേരത്തെ ഷിഫ്റ്റ്, അല്ലെങ്കിൽ രണ്ടുപേര് വർക്ക് ഫ്രം ഹോമാണ്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഒന്ന് ഇരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനു പോലും താല്പര്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് അവിശ്വാസ കുടുംബമാണ് അവരെത്തിയിരിക്കുന്നത്. എന്നാൽ അവരോട് ഞാൻ ആ പുള്ളിക്കാരത്തിയോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെ സംസാരിക്കുന്ന എപ്പോഴാ? അതിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. ഞങ്ങള് വിഷമം വരുമ്പോ ആരോടാ അവർ സംസാരിക്കുന്നതെന്ന് അറിയോ? ആരോടാന്നറിയോ? ചാറ്റ് GPT ഉണ്ട് ഇവിടെ, അതിനും എളുപ്പത്തിൽ മെറ്റാ AI ഉണ്ട്. അതാണ് ഒരു വ്യക്തിയായിട്ട് അവരുടെ മുമ്പ് ഇരുന്ന് സംസാരിക്കുക. എനിക്ക് ഇന്ന വിഷമമുണ്ടെന്ന് പറയുമ്പോൾ അതിന് ഉത്തരം ആര് കൊടുക്കും? ഈ AI കൊടുക്കും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതങ്ങൾ. പ്രിയമുള്ള, ആർക്കും സമയമില്ല ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ. കർത്താവ് അത് സ്നേഹിക്കുന്ന കുടുംബത്തിലെ ഒരു അടയാളമാണത്. ദൈവസന്നിധിയിൽ കുടുംബ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന അതേ ആത്മാർത്ഥതയിൽ, ഞാൻ പറയുന്നത് റിച്വലിസ്റ്റിക് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതല്ല. ഇത്ര സമയത്ത് ഇത്ര നേരം ഇരുന്ന് ഒരു പാട്ട് പാടി അടുത്ത ആൾ വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നു, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആത്മാർത്ഥമായിട്ട് കുടുംബമായിട്ടിരുന്ന് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോ ആ കുടുംബത്തെ ദൈവം സ്നേഹിക്കുന്നു. നാം അളക്കുന്നത് നമുക്ക് ഈ പ്രാർത്ഥിച്ച വിഷയങ്ങൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ്. ആ വിഷയങ്ങൾ കിട്ടിയോ ഇല്ലയോ എന്ന് മാത്രമേ നമ്മൾ തിരക്കുന്നുള്ളൂ. ഈ കുടുംബമായിട്ടിരുന്ന് ദൈവസന്നിധി നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന കുടുംബത്തെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര തിരക്കുള്ളവരായിക്കോട്ടെ, രണ്ടുപേര് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് സാഹചര്യത്തിലുള്ളവരായിക്കോട്ടെ, പ്രിയമുള്ളവരെ, ദൈവം സ്നേഹിക്കുന്ന കുടുംബത്തിന്റെ ഒരടയാളം എന്ന് പറയുന്നത് അവർ ദൈവത്തോട് അവരുടെ ആവശ്യങ്ങൾ കുടുംബമായിട്ടിരുന്ന് അറിയിക്കുന്നതാണ്. അവർ വലിയൊരു എഫേർട്ടാ ആ കുടുംബം എടുത്തിരിക്കുന്നത്. എന്താ? അവരാളയച്ച് കർത്താവിനോട് ഈ കാര്യം പറയുവാനായിട്ട് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബത്തെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടല്ലേ? നമ്മൾ ഈ രീതിയിൽ ഈ ദിവസങ്ങളിൽ, ഒരു വർഷമായല്ലേ, ഡിസംബറായി, എങ്ങനെ പോകുന്നു നമ്മുടെ ക്രിസ്തീയ ജീവിതം? നമ്മുടെ ആവശ്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധി പറയാൻ പറ്റുന്നുണ്ടോ? ഇത് പോരട്ടെ, അത് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇത് മാത്രമേ പറയാനുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവം കുടുംബത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തോട് ആത്മാർത്ഥമായ കമ്മ്യൂണിക്കേഷൻ ആ കുടുംബത്തിന് ഉണ്ടായിരിക്കണം. അത് ഏത് വിധേനയായാലും. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കാറുണ്ട്.
പലപ്പോഴും നമുക്ക് വീട്ടിൽ വന്ന് സമയമില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഹർഷയും കൂടെ അവസാനം തീരുമാനം, ഒരു വിധത്തിൽ സമയം കിട്ടുന്നില്ല. അപ്പൊ എന്താ തീരുമാനിച്ചതറിയോ? ഞാൻ ഹർഷയെ പോയി ജോലി സ്ഥലത്ത് കൂട്ടും, തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും, പഠിക്കും, ഡിസ്കസ് ചെയ്യും. ഇതാണ് 1 hour നമ്മുടെ ക്വാളിറ്റി ടൈം. എല്ലാവരും ചോദിച്ചു അത്രയും ദൂരം എന്തിനാ പോയി വരുന്നേ? പക്ഷെ അതിന്റെ സീക്രട്ട് ഇതായിരുന്നു, ഇത് മാത്രം സമയമുള്ളൂ. വീട്ടിൽ ചെന്ന കുട്ടികളും എല്ലാവരും കൂടെ വരും. ഞാനിങ്ങനെ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളും കുടുംബങ്ങളിൽ പ്രശ്നങ്ങളും വരുമ്പോൾ, ആവശ്യങ്ങൾ വരുമ്പോൾ അത് ചർച്ച ചെയ്യുവാനായിട്ട് ഞാൻ കഴിഞ്ഞ തവണ ഇത് എടുത്തപ്പോഴും പ്രത്യേകം പറഞ്ഞതാ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന കുടുംബങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പറയും ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന കാര്യമായി, നല്ല കാര്യം. പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന കുടുംബങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. എന്നാലൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? അതിന്റെ 6ാം വാക്യം എന്താ? ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 6 വാക്യം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത് അല്ലെ, അതിന് 11:6. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച കുടുംബമാണോ? ദൈവത്തോട് എന്തെങ്കിലും മോശമായിട്ട് ചെയ്ത കുടുംബമാണോ? ദൈവത്തോട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ആത്മീയ കുടുംബത്തിൽ ദൈവം സ്നേഹിച്ചു എന്ന് തൊട്ടു മുൻപേ പറഞ്ഞ ആ കുടുംബത്തോട് ഒരാവശ്യം വന്നപ്പോൾ അതിന്റെ 6ാം വാക്യത്തിൽ പറയാ, എന്നിട്ടും കർത്താവോട് എന്ത് ചെയ്തു? 2 ദിവസം കൂടി പാർത്തു. കർത്താവ് സ്നേഹിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നല്ലേ? കർത്താവ് സ്നേഹിക്കുന്ന കുടുംബത്തോട് എങ്ങനെ ഇടപെടുന്ന, അവരോട് സംസാരിക്കുന്ന കുടുംബത്തെ അവൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒക്കെ നമുക്ക് നല്ല സ്വീകാര്യതയായിരുന്നു. നല്ല കാര്യമാണ് പറഞ്ഞത്. വളരെ എന്താ പറയാ, ചെവിക്ക് കേൾക്കാൻ ഇമ്പമുള്ള മെസ്സേജാ അല്ലേ? പക്ഷെ അതിനുശേഷം അവിടെ പറയാ, എന്നിട്ടും കർത്താവ് 2 ദിവസം അവിടെ പാർത്തു. ഇത് നമുക്ക് പറ്റുമോ? ഞാനിങ്ങനെ ഇതിന്റെ വിഷയത്തിലോട്ട് അകത്തോക്ക് കയറുവാനായിട്ട് ശ്രമിക്കുക. അവിടെ ഒരാളെയോ 2 പേരെ, എത്ര പേരെയാണെന്ന് അറിയില്ല, മാർത്ത അല്ലെങ്കിൽ മറിയയും മാർത്തയും കൂടെ പറഞ്ഞു വിടുന്നുണ്ടല്ലേ. ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 30-35 കിലോമീറ്റർ അകലെയാ കർത്താവായ യേശു ക്രിസ്തു. ഏകദേശം 1 ദിവസത്തോളം യാത്ര ചെയ്ത് വേണം അവർക്ക് അവിടെ എത്താൻ. കർത്താവായ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ, ഈ ബഥാനിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 4 ദിവസമായി. അങ്ങനെയാണെങ്കിൽ ഏകദേശം എന്റെ കണക്കൂട്ടൽ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിയാൽ മതി, ഇവര് പോയപ്പോൾ തന്നെ ഈ ലാസർ മരിച്ചിട്ടുണ്ടാവും. 1 ദിവസം അങ്ങോട്ട് പോയി, പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും ലാസർ മരിച്ചിരിക്കണം. കാരണം 2 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് വരുമ്പോൾ പറയുന്നത് 4 ദിവസമായി അല്ലെ. അപ്പോ മിനിമം ഇവർ പോയപ്പോഴെങ്കിലും മരിച്ച് കാണുവാനായിട്ടുള്ള സാധ്യത. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരെങ്കിലുമാണ് മാർത്തയും മറിയം പറഞ്ഞു വിട്ടേന്ന് വിചാരിക്കുക. തിരിച്ച് വരുമ്പോ എന്താ കർത്താവ് പറഞ്ഞ എന്താ? ഈ ദീനം ഇല്ലേ, നിങ്ങളുടെ ബൈബിളിലില്ലേ? ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമ മഹത്വത്തിനായിട്ടത്രേ. ഇതും കേട്ടിട്ടാണ് ആര് വരുന്നേ? ഈ പോയവര് തിരിച്ചു വരിക. അവര് വരുമ്പോ എന്താ കാണുന്നേ? ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു കറുത്ത കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ട്, പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും ലാസറിന്റെ അല്ലെ, നിത്യതയിൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഒട്ടിച്ചിട്ടുണ്ടാവും. വാട്ട് യു ഫീൽ? എന്തായിരിക്കും നമ്മുടെ മനസ്സ്? നമ്മളാണ്, നമുക്ക് ഈ കഥ ഫുൾ അറിയാവുന്നുള്ളതുകൊണ്ട് നമ്മൾ പറയും, അയ്യോ മണ്ടന്മാര്, കർത്താവ് കുറച്ചുമ്പോ വരും ഉയർപ്പിക്കുമെന്ന് പറയും. പക്ഷെ ഞാൻ പറയട്ടെ, ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇഫ് ഗോഡ് പ്ലേസസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ടൈം, ആ സ്ഥാനത്ത് നമ്മയാണ് വിടുന്നതെങ്കിൽ നാം അത് കാണുമ്പോൾ വാട്ട് ഇസ് ബി അവർ റെസ്പോൺസ്? നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ദൈവം പറഞ്ഞതിന്, ദൈവം വാഗ്ദത്തം ചെയ്തതിന്, ദൈവം നേരിട്ട് പറഞ്ഞതിൽ നേരെ വിപരീതമായ ഒരു കാര്യം അവിടെ നടന്നിരിക്കുന്നല്ലേ. അവരുടെ വിശ്വാസം എങ്ങനെയിരിക്കും? എങ്ങനെയാവും? കുഴപ്പമൊന്നുമില്ല, ദൈവം വരുമായിരിക്കുമല്ലേ. ചിന്തിക്കോ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കാര്യം വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യം മാറിപ്പോകണമെന്നോ അല്ലെങ്കിൽ ഇന്ന സാഹചര്യം എനിക്ക് ഉണ്ടാകണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് നേരെ വിപരീതം സംഭവിക്കുമ്പോ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? വാട്ട് വിൽ ബി അവർ റെസ്പോൺസ്? ഇനി മറ്റൊരു കൂട്ടർ അവിടെയുണ്ട്, യഹൂദന്മാരവിടെ ഉണ്ടല്ലേ. യഹൂദന്മാർ നോക്കുന്നത് എന്താ? 2 പേരെ അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞു വിട്ടിരിക്കുക, യേശുക്രിസ്തുവിനെ വിളിച്ചിട്ട് വരാം. അവര് നോക്കുന്നു, അവന്റെ കൂടെ ആരില്ല. തിരിച്ചു വന്ന അവരുണ്ട്, അവരുടെ കൂടെ ആരില്ല, യേശുക്രിസ്തു വന്നിട്ടില്ല. ഒരു ബോഡി കാണാൻ പോലും യേശുക്രിസ്തു വന്നില്ലല്ലേ.
ഹൗ ക്രൂവൽ ഈസ് ദിസ് ജീസസ്? ഇത്ര ക്രൂരനാണോ ആ ജീസസ് ക്രൈസ്റ്റ്? അല്ലേ? ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയില്ലേ? നമ്മളാണെങ്കിൽ ചിന്തിക്കും അല്ലേ? ഇനി മൂന്നാമത് മാർത്തയും മറിയ അവിടെയുണ്ട്. അവരെന്ത് ചിന്തിക്കും? അവര് താഴോട്ടുള്ള മറുപടി പറയുന്നത് എന്താ പറയുന്നത്? നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ, ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇഫ് യു ആർ ഹിയർ ഹി വിൽ ബി അലൈവ്. അവൻ ജീവനുള്ളവനായിരിക്കുമായിരുന്നു. നീ ഇവിടെ ഇല്ലാത്തതാണ് പ്രശ്നം. നീ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നല്ലോ ദൈവമേ. അല്ലെ? അവരുടെ വിഷമം അവർ ആ രീതിയിലാ പറഞ്ഞത്. ഈ 3 ചോദ്യങ്ങളില് പലതും നമ്മുടെ ജീവിതത്തിൽ വരാറില്ലേ? നമ്മൾ പ്രതീക്ഷിച്ച, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ട് നേരെ വിപരീതമായ കാര്യം സംഭവിക്കുമ്പോൾ, ദൈവമേ നീ പറഞ്ഞിട്ട് ഇതിന് നേരെ വിപരീതമാണല്ലോ സംഭവിച്ചത്, നീ ഇത്ര ക്രൂരനായി പോകുന്നുണ്ടോ ദൈവമേ? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ എന്നോട് ചെയ്തത്? നീ എന്റെ കൂടെ വന്നിരുന്ന് അതൊന്ന് സഹായിച്ചുകൂടായിരുന്നോ? ഒരു വാക്കിനാൽ സൃഷ്ടിച്ച ദൈവമല്ലേ നീ? ലോകം മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം എന്തുകൊണ്ടാ എന്റെ കൂടെ വന്ന് ഈ ചെറിയ കാര്യം ഒന്ന് ചെയ്തു തരാത്തെ? എന്റെ ചെറിയ കാര്യം എന്താ സാധിപ്പിച്ചു തരാത്തല്ലേ? പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഉള്ളവരെല്ലാവരും നല്ല വിശ്വാസികളായതുകൊണ്ട് അങ്ങനെയൊന്നും ദൈവത്തെ സംശയിക്കുന്നവരല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ സംഭവിച്ചിട്ടുണ്ട്. ഈ 3 ചോദ്യങ്ങളും പല ആവർത്തി ഒരു പക്ഷെ അങ്ങനെ ചോദിക്കാമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് സാക്ഷ്യമൊന്നും ആരും പറയത്തില്ലല്ലേ? ഞാൻ ഇങ്ങനെ ചോദിച്ചതൊന്നും ആരും സാക്ഷ്യം പറയാറില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറമേ പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായി പോയിട്ടില്ലേ? ഇങ്ങനെയുള്ള സംശയങ്ങൾ ദൈവസന്നിധിയിൽ ഉണ്ടായിപ്പോയിട്ടില്ലേ? പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ദൈവമേ എന്തുകൊണ്ടാ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടില്ലേ? ഇനി ഇതും ചിലപ്പോൾ ചിന്തിക്കുന്നില്ലായിരിക്കും. ഇനി ഒരു 3-ാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ കടക്കാനായിട്ട് പോവാ. അതിന്റെ 24-ാമത്തെ വാക്യം, 11-ാം അധ്യായം 24-ാം വാക്യം. മാർത്ത കർത്താവിനോട് സംസാരിക്കുന്ന ഒരു വേഴ്സ് 24, ചാപ്റ്റർ 11 വേഴ്സ് 24. അവിടെ ഇങ്ങനെ കാണാം, മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നു. മാർത്ത നല്ലതുപോലെ ദൈവവചനം പഠിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ വിചാരിക്കും മാർത്ത മറ്റേ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണെന്നല്ലേ? ഭയങ്കര തിരക്കും ടെൻഷനും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ മാർത്ത എന്ത് നന്നായിട്ടാ തിയോളജി അവിടെ പറയുന്നല്ലേ? ഒടുക്കത്തെ നാളിൽ അവൻ പുനരുത്ഥാനം ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. ആ ഭവനത്തിൽ നടന്ന ആ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ വാർത്ത അടുക്കളയിലുള്ള പാർട്ടി മാത്രമായിരുന്നില്ല. അവള് ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് മറിയ കേട്ടത് അതുപോലെ ഒരു പക്ഷെ കേട്ടിട്ടും ഉണ്ടാവും. ആ അറിവ് മാർത്തയ്ക്കുണ്ട് അല്ലെ? നല്ല അറിവാ. അവള് പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ആ തിയോളജിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും, ശരിയാ. പക്ഷെ അവിടെ പ്രശ്നമുണ്ട്. ഷീ മിസ്ഡ് എ മാർക്ക്. അതിനുശേഷം 25-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. ഞാൻ പറയട്ടെ, ഇവിടെ എന്താ പ്രശ്നം എന്ന് അറിയാവോ? ഷീ ട്രൈഡ് ടു കൺസോൾ ഹിംസെൽഫ് ബൈ ഹെർ നോളജ്. ആ മാർത്ത പഠിച്ചിരുന്ന ആ അറിവിൽ നിന്നുകൊണ്ട് തന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു മാർത്ത. ആ അറിവൊക്കെ ശരിയായിരുന്നു. ഒടുക്കത്തെ നാളിൽ ലാസർ ഉയർത്തെഴുന്നേൽക്കും, അതിന് യാതൊരു മിസ്റ്റേക്കുമില്ല. പക്ഷെ ആ അറിവിനെ വെച്ചുകൊണ്ട് അവൾ തന്നെ ആശ്വസിക്കുവാനായിട്ട് ശ്രമിച്ചു. അത് കഴിഞ്ഞ് കർത്താവ് അതിനൊന്ന് റീഫോക്കസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ടേൺ ചെയ്തിട്ട് പറയാ, എന്താ പറയുന്നു? ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ പലപ്പോഴും സംശയങ്ങൾ ദൈവസന്നിധിയിൽ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാ ഇങ്ങനെയെന്ന് ചോദിക്കാറുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വിപരീതമായിട്ടാണ് സംഭവിച്ചതെന്ന് വിചാരിച്ചോ, എന്ത് സംഭവിക്കും? നമ്മൾ തന്നെ ആശ്വസിക്കും, അത് ദൈവഹിതമായിരുന്നില്ല, അത് ദൈവത്തിന്റെ സമയമായിട്ടില്ല. അല്ല, വേറെ ആരൊക്കെ പറഞ്ഞ പോലെ ഇന്ന ആൾക്കാരൊക്കെ വരുമ്പോ അത് ശരിയായിക്കോളും, എല്ലാം ശരിയാവും. ഈ അറിവുകളാണ് നമ്മെ പലപ്പോഴും കൺസോൾ ചെയ്യുന്നത്. ഇതിലാണ്, ഈ അറിവിലാണ്, ഈ സ്റ്റേറ്റ്മെന്റ്സിലാണ് നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നല്ല വാക്യല്ലേ? നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടെയാ? കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ വാക്കില. ഞാനെന്ന് പറഞ്ഞ ആ ക്രൈസ്റ്റിനെ അറിവുമായിട്ട് നമ്മൾ പലപ്പോഴും ബന്ധിപ്പിക്കാറില്ല. We are not connecting our knowledge with Christ. ദൈവത്തിനെ അതിലോട്ട് കൊണ്ടുവരാറില്ല.
നമ്മുടെ അറിവിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അറിവ് തെറ്റൊന്നുമില്ല, മോശമൊന്നുമില്ല, നല്ല കാര്യമാ. പക്ഷെ കർത്താവിന് അവിടെ സ്ഥാനം നമ്മൾ കൊടുക്കണം. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ തന്നെ ആശ്വസിപ്പിക്കുക. ഇങ്ങനെയല്ലേ? പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. ദൈവം വിപരീതമായിട്ടാണോ റിസൾട്ട് തന്നത്? അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. കുറച്ചു നാൾ കഴിയുമ്പോൾ ഫോർ ദ ടൈം ബീങ്, ഇത് ടൈം പാസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ ആശ്വസിക്കുന്നത്? എങ്ങനെയാ? ദൈവം ശരിയാക്കിക്കോളും, അല്ലെങ്കിൽ ദൈവഹിതമായില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിലാണ് പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത്. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. കർത്താവിലുള്ള ആശ്രയം, ആ ട്രസ്റ്റിന് പകരം നമ്മുടെ നോളജിലുള്ള ട്രസ്റ്റിലാണ് നമ്മൾ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇത് കണക്ട് ചെയ്യുന്നത് എവിടെ വെച്ചെന്നറിയാവോ? ഈ പ്രാർത്ഥിച്ച് വിപരീതമായിട്ട് സംഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ കുറഞ്ഞു വരും. അവസാനം 40-ാം വാക്യത്തിലേക്ക്, ചാപ്റ്റർ 11 വേഴ്സ് 40 പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന കണക്ഷൻ പലപ്പോഴും നിങ്ങൾ ഫെയ്ത്തിനെ കുറിച്ചൊക്കെ ബൈബിൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നവരാ. ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിലുള്ള ആശ്രയത്തിൽ ഈ 3-ാമത്തെ സ്റ്റേജ് എത്തുമ്പോൾ എന്തെന്നറിയോ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിലുള്ള ആത്മാർത്ഥമായ ബന്ധമുണ്ടോ? ആർ വി പ്രിറ്റൻഡിങ് ടു ബി ലൈക്ക് എ ബിലീവർ? നമ്മൾ ആ വിശ്വാസിയെ പോലെ അഭിനയിക്കുകയാണോ? പ്രിയമുള്ളവരെ, നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ജീവിതങ്ങളിൽ പ്രാർത്ഥനയുടെ റിസൾട്ട് കിട്ടുമ്പോൾ അതിൽ നമ്മുടെ അറിവിലാണോ നമ്മൾ ആശ്രയിക്കുന്നത്? ദൈവത്തോട് അനേകം ചോദ്യങ്ങളാണോ ചോദിക്കുന്നത്? അതോ പ്രാർത്ഥന തന്നെ ഇല്ലാതെ ഒരു നിർജീവമായ ഒരു തടി വെള്ളത്തിൽ കിടക്കുന്നത് പോലെ ഇടയ്ക്കൊരു പ്രസംഗം കേൾക്കുമ്പോൾ ഒന്ന് പൊങ്ങും, പിന്നെയും താഴും, പിന്നെയും പൊങ്ങും, പിന്നെയും താഴും. എവിടെയാണ് ഈ തടി പോകുന്നത്? ഒരിടത്തും പോകുന്നില്ല, തടി അവിടെ തന്നെയാണ്. അല്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ പോകുന്നുണ്ട്? നമ്മൾ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എവിടെയാണ് നമ്മുടെ ആശ്രയം കൊണ്ടുവരുന്നത്? വിശ്വാസം എന്നാൽ എന്താ? നിങ്ങൾ വലിയ ക്ലാസ്സുകളൊക്കെ, നല്ല ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. വളരെ ലളിതമായ ഒരു തോട്ട് മാത്രം ഞാൻ അതിനോടനുബന്ധിച്ച് പറയാം. ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 1 എന്താ പറയുന്നത്? വേഴ്സ് 1 സാധാരണ നമ്മൾ പറയാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റാ. എന്താ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്റെ ചോദ്യം, എന്താ കാണാത്ത കാര്യങ്ങൾ? എന്താ കാണാത്ത കാര്യം? നമ്മൾ പ്രാർത്ഥിച്ച കാര്യം ഇതുവരെയും നമ്മൾ നേടിക്കിട്ടിയത് കണ്ടിട്ടില്ല, അതാണോ കാണാത്ത കാര്യം? യെസ്, ദൈവത്തിന്റെ വാഗ്ദത്തം. ശരി, അതിന്റെ 3-ാം വാക്യം കൊണ്ട് ഞാനൊന്ന് വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 3. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. 11:1 വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ട് 3-ാം വാക്യത്തിൽ അതിനൊരു എക്സാമ്പിൾ പറയുക. ദൈവത്തിലുള്ള, അതായത് ദൃശ്യമായ ഈ ലോകത്തെ ഉണ്ടാക്കിയ ഒരു അദൃശ്യമായ കാര്യമുണ്ട്. അതെന്താ? ദൈവത്തിന്റെ ശക്തി. ആ അദൃശ്യമായ കാര്യത്തിലുള്ള ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, ദൈവത്തിന്റെ ശക്തിയിലുള്ള ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിപരീതമായ ഉത്തരം കിട്ടിയെന്ന് വന്നേക്കാം. എന്നാൽ ആ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ അറിവിനെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കാതെ നമ്മിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പോയി എന്ന് വന്നേക്കാം. പക്ഷെ വിശ്വാസം ആ പോയിന്റിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ, അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ എൻഡ് റിസൾട്ട് എന്താ? വിശ്വാസത്തിന്റെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ അർത്ഥം. ഞാൻ ഇനിയാണ് അതിന്റെ പോയിന്റ്. പ്രയർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. Prayer is a tool to make ourselves like Jesus Christ. ഞാൻ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കേവലം കുറെ കാര്യങ്ങൾ ഭൂമിയിലുള്ള നേടിയെടുക്കാനായിട്ടുള്ള ടൂളല്ല, മറിച്ച് അതിലുപരിയായ ഒരു പർപ്പസ് ദൈവത്തിനുണ്ട്. എന്താ പർപ്പസ്? ആ വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം കാണണം. ദാറ്റ്സ് എ മോട്ടീവ്. അതാണ് ദൈവം തന്നിരിക്കുന്ന പ്ലെയിൻ ടൂൾ.
പ്രയർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, ശരിയാണ്. അതിന്റെ ആ സൈഡിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ദ മെയിൻ പർപ്പസ് ഓഫ് ദ പ്രയർ ഈസ് ടു സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വം കാണണം. നമ്മൾ സാക്ഷ്യം പറയൂ, പ്രാർത്ഥിച്ചിട്ട് അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ച് നമുക്ക് ഉത്തരം കിട്ടി. നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി, എനിക്ക് ഇന്ന കാര്യം ദൈവം സാധിപ്പിച്ചു തന്നു, ദൈവത്തിന്റെ മഹത്വം എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് നമ്മൾ സാക്ഷ്യം പറയോ? പറയാറുണ്ടോ? നമ്മുടെ റിസൾട്ട് ഒരുപക്ഷെ ഓപ്പോസിറ്റ് ആയിരിക്കും, പ്രതീക്ഷയിൽ നിന്ന് വിപരീതമായിട്ടായിരിക്കും സംഭവിച്ചത്. പക്ഷെ അതിന്റെ എൻഡ് റിസൾട്ട് ഉണ്ടല്ലോ, ഗോഡ് വിൽ മേക്ക് യു സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നാമം അല്ലെങ്കിൽ അവന്റെ മഹത്വം കാണുവാനായിട്ടിടയാക്കും. കർത്താവായ യേശു ക്രിസ്തു ഗെത്സമേനയിൽ പ്രാർത്ഥിച്ചല്ലേ? എന്താ പ്രാർത്ഥിച്ചേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. കർത്താവ് പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനനുസരിച്ചല്ല ബാക്കി കാര്യങ്ങൾ പോകും. നിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം അവിടെ നിവർത്തിക്കുക. അത് കാരണം എന്താ പറ്റി? ദൈവത്തിന്റെ മഹത്വം ഇങ്ങനെ ഇന്നും ലോകത്തിൽ വിളംബരം ചെയ്യുക. ഞാൻ പറയട്ടെ, ഇത് കഴിഞ്ഞ് ഇനിയും ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയാം. 2 കൊരിന്ത്യർ 3-18 വാക്യം. 2 കൊരിന്ത്യർ 3-18, 2 Corinthians chapter 3 verse 8. Sorry, 18. 18 വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഈ വാക്യം തിരുമല അസംബ്ലിയിലുള്ളവർക്ക് പരിചിതമാണോ? കഴിഞ്ഞ ദിവസം ഞാൻ സൗറിനോട് പറയുകയും ചെയ്തു. ലോക്ക്ഡൌൺ മിനിസ്ട്രീസിലെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കേൾക്കുകയുണ്ടായി. സൂക്ഷ്മ ക്രിസ്തീയ ജീവിതം നമ്മൾ എല്ലാവരും കേട്ട ഒരു ജോർജ് മാത്യു ബ്രദറിന്റെ രൂപാന്തരം, ജോൺ കുര്യൻ അങ്കിളിന്റെ ഈ മെസ്സേജസ് കേൾക്കുവാൻ അവിടെ അതിലുപയോഗിച്ച് അത് എടുത്ത് പരാമർശിച്ച ഒരു വാക്യമാണിത്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റും. ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ നമ്മൾ അവന്റെ രൂപത്തോട് അനുരൂപമാകും. ഇതാ പ്രാർത്ഥന. നമ്മുടെ ലക്ഷ്യം കേവലം വളരെ നേരമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അത് കിട്ടിയോ, ഇത് കിട്ടിയോ, ഇങ്ങനെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുക. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് കർത്താവിനെ പോലെ നമ്മൾ ആയിത്തീർന്നോ ഇല്ലയോ എന്നാ. ഇനി എന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ഉത്തരം തിരുമല സഭയിൽ തന്നിട്ടുണ്ട്. ഹൗ മച്ച് വി ബി ലൈക്ക് ക്രൈസ്റ്റ്? നമ്മൾ എത്രമാത്രം കർത്താവിനോട് ദൈവ ഉത്തരം തന്നതിനനുസരിച്ച് ദൈവത്തെ പോലെ തീർന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വിവാഹിതരായിട്ടുണ്ട്. അനേക ജോലിക്ക് വേണ്ടി ആവശ്യപ്പെട്ട് ജോലി തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ചോദിക്കട്ടെ, ആ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ തന്നു കഴിഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പനും അമ്മയും ആകുമ്പോൾ ആ അപ്പൻ കർത്താവിനെ പോലെ കുറച്ചുകൂടെ ആകുവാനായിട്ട് കഴിഞ്ഞുവോ ദൈവോത്തരം തന്നപ്പോ? അല്ലെങ്കിൽ അമ്മയ്ക്ക് കർത്താവിനെ പോലെ കുറച്ചുകൂടെ ആകുവാനായിട്ട് കഴിഞ്ഞോ ദൈവം ആ ഉത്തരം തന്നപ്പോൾ? ജോലി തന്നപ്പോൾ കർത്താവിനെ പോലെ കുറച്ചുകൂടെ ആകാനായിട്ട് പറ്റിയോ? ഇതാ ദൈവം നോക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് തൊഴിൽ തന്നോ, അല്ലെങ്കിൽ കുട്ടികളെ തന്നോ, അല്ലെങ്കിൽ ഇന്ന കാര്യം നടന്നോ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിയോ എന്നതിലുപരി അത് മാറുമ്പോൾ നീ ദൈവത്തെ പോലെ കുറച്ചുകൂടെ ആയോ? ദിസ് ഈസ് എ മെഷറിംഗ് ടൂൾ. ഇതാണ് ദൈവം നോക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് വളരെ ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മുടെ സന്തോഷം കേവലം ചെറിയ കാര്യങ്ങളിലാണ് നിൽക്കുന്നേ, മേളിലോട്ട് പോകുന്നില്ലെന്നേ. ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് അത് മാറുന്നില്ല. നമ്മുടെ സ്വഭാവം കർത്താവിനെ പോലെ ആയിത്തീരുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഇതിലിനി മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഇത് കഴിഞ്ഞ് 41 വാക്യം കഴിഞ്ഞിട്ട് കർത്താവ് കല്ലറയ്ക്കൽ ചെല്ലും. കല്ലറയ്ക്കൽ ചെന്നിട്ട് ആ കല്ലുരുട്ടി നീക്കുവാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നു, ഇത് 4 ദിവസമായി നാറി കാണും എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് കർത്താവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? എന്താ പിതാവിനോട് പറയുന്നത്? എന്താ? എന്റെ അപേക്ഷ
എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ദൈവപിതാവിനോട് നന്ദി പറയാ. എന്തപേക്ഷ അത് യേശു ക്രിസ്തുവോട് ചെയ്ത്? ഹേർഡ് എന്നുള്ള പാസ്റ്റൻസ് ആണ് അവിടെ ഒറിജിനലിൽ ഉപയോഗിച്ചിരിക്കുന്ന പാസ്റ്റൻസാ. എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് തന്നെ പിതാവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പുത്രൻ അവിടെ നടത്തിയിരിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എനിക്ക് ഏറ്റവും ധൈര്യം തന്ന ഒരു വിഷയം ഇത്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ പ്രാർത്ഥന ഗോഡ് ഈസ് ഡിസ്കസിങ് ഇൻ ട്രയൂണിറ്റി, അല്ലെ? ത്രിയേക ദൈവം ഈ വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിതാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പുത്രനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പരിശുദ്ധാത്മാവോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മളൊരു പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ അത് ദൈവസന്നിധിയിൽ ത്രിയേക ദൈവം ഡിസ്കസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മേശയുടെ ചുറ്റും ഇരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറഞ്ഞത്, ആത്മീയ അർത്ഥത്തിലാണ് പറഞ്ഞത്. അവർ 3 പേരും ഏക ഹൃദയമുള്ളവരാ. ഒരാളോട് നമ്മൾ പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ത്രിയേക ദൈവം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്റെ അപേക്ഷ കേട്ടതിനാൽ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയുടെ ഒരു വിഷയം വൈറ്റ് ഹൗസിൽ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയൊരു വാർത്തയാ, അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഒന്നുമില്ലാത്തടത്തുള്ള സജി മാത്യു ബ്രദറിന്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തതുകൊണ്ട് പറയാം. സജി മാത്യുവിന്റെ വിഷയം പ്രാർത്ഥനയ്ക്ക് പറഞ്ഞപ്പോ എവിടെയാ ഡിസ്കസ് ചെയ്തേ? അങ്ങ് മേളിലല്ലേ? പ്രിയമുള്ളവർ, എന്ത് വലിയൊരു ഭാഗ്യമാ. ഇനി ഞാൻ വേറൊരു വിഷയം കൂടെ പറയട്ടെ. 6-ാം വാക്യത്തിൽ എന്താ കർത്താവ് അവിടെ നിന്ന് 2 ദിവസം കൂടെ പാർത്തു എന്നാ പറയുന്നത്, അല്ലേ? ചാപ്റ്റർ 11 വേഴ്സ് 6 എന്താ പറയുന്നത്? കർത്താവ് 2 ദിവസം കൂടെ അവിടെ തങ്ങി. കർത്താവ് എവിടെയൊക്കെ 2 ദിവസമൊക്കെ തങ്ങിയിട്ടുണ്ട്? 3.5 വർഷത്തിൽ എത്ര പ്രാവശ്യം 2 ദിവസം തങ്ങിയ സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ഈസ് കീപ്പ് ഓൺ ട്രാവലിംഗ്, അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത്, ഒരു സ്ഥലത്ത് നിൽക്കും, രാവിലെ ആകുമ്പോൾ അടുത്ത സ്ഥലത്ത് പോകും, അല്ലെ? അല്ലെങ്കിൽ രാവിലെ, അതായത് മലയിലേക്ക് കയറി പോയിട്ട് പിന്നെയും ഇറങ്ങി വരാറുണ്ട് വെളുപ്പാങ്കാലം 3 മണി 4 മണി സമയത്ത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഹി സ്റ്റേഡ് ദേർ. നമ്മൾ പലപ്പോഴും പറയുന്ന അവൻ അങ്ങോട്ട് പോയില്ല എന്നുള്ള പരാതിയായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ദൈവാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുക, സ്റ്റേ ദേർ. അവൻ അവിടെ നിന്ന് പിന്നെയും ദൂരെ പോയില്ലെന്നേ. ഈസ് നോട്ട് ഗോയിങ് ഫാർ അവേ. ഹി സ്റ്റേഡ് ദേർ ആൻഡ് വെയിറ്റ് ഫോർ ഹിസ് ടൈം, അല്ലേ? ദൈവം അകന്നു പോകുന്നവനല്ല. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പറയുമ്പോൾ ദൈവം നമ്മളെ അത് മൈൻഡ് ചെയ്യാതെ പിന്നെയും പോകുന്നവനല്ല ദൈവം. എന്തൊരു ധൈര്യമാണ് പ്രിയമുള്ളവരെ. പ്രാർത്ഥനയുടെ ലക്ഷ്യം ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവരോട് ആദ്യം പറഞ്ഞു വിടുന്നുണ്ട്. ഈ ദിനം മരണത്തിനായിട്ടല്ല. അതിന്റെ സെക്കൻഡ് പാർട്ട് എന്താ? ദൈവനാമം മഹത്വപ്പെടാൻ. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എ പ്രയർ. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ പ്രയർ. ദൈവനാമം മഹത്വപ്പെടണം. ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണണം. ദൈവത്തെ പോലെ നാം ആകണം. ഇതാണ് പ്രയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ റിസൾട്ടുകളിൽ പരാതിപ്പെട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരായിരിക്കാം, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, ഒരുപക്ഷെ അനേക വർഷങ്ങളായി ഒരേ വിഷയം പ്രാർത്ഥിച്ച് മടുത്തു പോകുന്നവരായിരിക്കാം, ക്ഷീണിച്ചു പോയിട്ടുണ്ടാവാം. ദൈവാത്മാവിന് ഇന്ന് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ക്ഷീണിച്ചു പോകല്ലേ. അതിനൊരു ഉദ്ദേശമുണ്ട്, അതിനൊരു പർപ്പസ് ഉണ്ട്. ദൈവനാമം മഹത്വപ്പെടും. നിന്നെ ഞാൻ എന്നെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാ. ഐ ആം സ്റ്റേയിങ് ഹിയർ, ഐ ആം നോട്ട് ഗോയിങ് എവേ. ഞാൻ നിന്നെ വിട്ട് കടന്നു പോകുന്നൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ തേടി അതിന് എത്രണ്ണം? 5 പ്രാർത്ഥനാ വിഷയം പറഞ്ഞു, 3 ദൈവം തന്നോളൂ. ദൈവസന്നിധിയിൽ പരിഭവമാണ്. ദൈവത്തിന്റെ നാമ മഹത്വം കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? നിന്നെ എനിക്കൊന്ന് കാണണം. എന്ത് നല്ല പ്രാർത്ഥന! അവന്റെ മഹത്വം ദൈവം അവന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് പറ്റി? മോശയുടെ മുഖം ആ പ്രകാശവുമായിട്ടാ മോശ താഴോട്ട് ഇറങ്ങി വരുന്നല്ലേ. പ്രിയമുള്ളവരെ, നമ്മളെ കാണുന്നവരെ കർത്താവിന്റെ തേജസ് കാണണം എന്നതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ. ഇതിനു വേണ്ടിയിട്ടാ പ്രാർത്ഥന. ഗോഡ് ഈസ് നോട്ട് എ സാഡിസ്റ്റ് ഗോഡ്. നമ്മളിങ്ങനെ കരഞ്ഞെന്തോ പറഞ്ഞിട്ട് അവൻ കരഞ്ഞു എന്നാ കൊടുത്തേക്ക്, എന്തിനു വേണ്ടിയിട്ടല്ല പ്രയർ തന്നേക്കുന്നത്. അത് ദൈവത്തിന് നേരത്തെ അറിയാൻ നിനക്ക് ആവശ്യമാണെന്ന്. അത് തരാനായിട്ട് അവന് പ്രയറിന്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാ പ്രയർ തന്നിരിക്കുന്നത്? യു ഷുഡ് ബി നീൽ ഡൗൺ, യു ഷുഡ് ബി ഹംബിൾ, യു ഷുഡ് സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്, യു ഷുഡ് ബി ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. അതിനു വേണ്ടിയിട്ടാ പ്രയർ തന്നിരിക്കുന്നത്. എന്തിനാ പ്രയർ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്.
ദൈവം എന്തിനാ ഇത് തന്നിരിക്കുന്നത്? ദൈവത്തിനെല്ലാം ഇങ്ങ് തന്നാ പോരെ? സർവജ്ഞാനിയല്ലേ? ഇത്ര ക്രൂരനാണോ? സാഡിസ്റ്റ് ആണോ? അതിനൊന്നും അല്ല പ്രിയമുള്ളവരെ. അവനെ പോലെ ആക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാ ഇത് തന്നിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിലിപ്പ് കെ ആൻഡ്രൂസിന്റെ ആ പാട്ടിന്റെ സന്ദർഭം ഇങ്ങനെ അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ പറയുന്നത്, നിന്റെ മഹത്വമാണ് ഏക ലക്ഷ്യം. ആ പാട്ട് നമുക്ക് അറിയുന്ന പാട്ടാ. 1603 പാട്ടാ. അതിന്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു പാട്ട് ഒരു സിറ്റുവേഷനിൽ പാടാൻ പറ്റാത്തത് കാരണം അദ്ദേഹം വളരെ വിഷമിച്ച് തിരിച്ച് ഭവനത്തിലോട്ടോ എവിടെയോ പോകാൻ സമയത്ത് കർത്താവ് കൊടുത്ത വരികളാണ് ഈ വരികളെന്ന് പറയുവാനായിട്ട് ഇടയായി. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് ലാസ്റ്റ്: ഒന്ന് മാത്രമാണ് എൻ്റെ ആശ, നിന്നെ പോലെ ഞാൻ ആകണം. മണ്ണിന് എനിക്കുള്ള ആയുസ്സെല്ലാം തിരുഹിതത്തിൽ പുലരണം. നിന്റെ ഭാവം നിന്റെ രൂപം എന്നിലെന്നും നിറയണം. ഞാൻ അവസാനം ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. നമ്മുടെ ആശ എന്താ? ഈ ലോകത്തിൽ എന്തൊക്കെ ആയി തീരണമെന്നാണോ? എല്ലാം നോർമലായിട്ട് പോകണം. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം, കുടുംബത്തിലെ കാര്യങ്ങൾ നേരെയാവണം, കുട്ടികളുടെ വിവാഹം നടക്കണം, പഠിത്തം നടക്കണം. ഇതൊക്കെയാണോ നമ്മുടെ ആഗ്രഹം? നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താ? നമ്മുടെ പാഷൻ എന്താ? ആ സഹോദരൻ എഴുതിയിരിക്കുക, ഒന്ന് മാത്രം, ഒന്നേ ഉള്ളൂ, വേറെ ഒരു ആശയില്ല, അല്ലെ? ഒന്ന് മാത്രമാണ് എൻ്റെ ആശ, നിന്നെ പോലെ ഞാൻ ആകണം. ഞാൻ ആ പാട്ട് പാടി ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1603 പാട്ട്. ഒന്നു മാത്രമാണെൻ്റെ ആശ, നിന്നെ പോലെ ഞാനാകണം. മണ്ണിലെനിക്കുള്ള ആയുസ്സെല്ലാം തിരുഹിതത്തിൽ പുലരണം. നിന്റെ ഭാവം നിന്റെ രൂപം എന്നിലെന്നെന്നും നിറയണം. നിന്റെ രൂപം നിന്റെ രൂപം എന്നിലെന്നെന്നും നിറയണം. നിന്റെ മഹത്വമാണേക ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ. നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാൻ ഏഴക്കുറയാ, ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാ ഏഴക്കുറയാ, ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നീ വളരാൻ ഞാൻ കുറയാൻ പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് വരാം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം. കർത്താവിനോട് ചോദിക്ക്, മടുത്തു പോകാതെ ചോദിക്ക്. He is staying there. He is not going away from you. It is for the glory of God. He is making you like Christ. ക്രിസ്തുവിനെ പോലെ നിങ്ങൾ ആക്കി തീർക്കുവാനായിട്ടാ ഇത് നിങ്ങൾ ആ വഴിയിലൂടെ നടത്തുന്നത്. ദൈവനാമം മാത്രം, ക്രൂശിന്റെ ദർശനം മാത്രം ഇത് കേൾക്കുന്നവർക്ക് കാണുവാൻ ഇടയാകട്ടെ. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ.